വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. എങ്ങനെയാണ് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക? നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് ടിപ്സും ഓതേണ്ട സൂറത്തുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മുടെ കൽബിലെ ജോലി എന്താണ്? ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൽബ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾ അടി കൂടും. അപ്പോൾ ആ അടി കാണാനായി ഒരുപാട് ആളുകൾ ചുറ്റും കൂടും. അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നടക്കുകയാണ്, പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ പ്രശ്നം കാണാൻ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അതേസമയം രണ്ടു കുട്ടികൾ പരസ്പരം പ്രശംസിക്കുകയാണ്. ഇങ്ങനെ ചെയ്തത് നന്നായി, നല്ല രസമുണ്ട് കാണാൻ. അത് കേൾക്കാനും കാണാനും അധികം ആരും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടും അനാവശ്യ ചിന്തകൾ കൊണ്ടും പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കമില്ലായ്മ. എൻ്റെ കൂട്ടുകാരിക്ക് കുറച്ചു മുമ്പ് വല്ലാത്ത ടെൻഷനും അനാവശ്യ ചിന്തകളും അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത സൂറത്തും കുറച്ച് ടിപ്സും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനായിട്ടുള്ള ടിപ്സ് ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ ടിപ്പ്, നമുക്ക് എന്ത് കാര്യമാണോ സന്തോഷം നൽകുന്നത് ആ കാര്യത്തിൽ കൂടുതൽ സമയം കണ്ടെത്തുക. അതുപോലെ നമ്മുടെ റൂമും നമ്മുടെ ഒരു ലോകവുമായി ഒതുങ്ങിക്കൂടാതെ വീട്ടിലുള്ള ഉമ്മാടും ഉപ്പാടും സഹോദരങ്ങളോടും കൂടുതൽ സമയം കണ്ടെത്തുക. വീട്ടുജോലികളിൽ ഹെൽപ്പ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടിപ്പ്, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിസ്കരിക്കുക, ദുആ ചെയ്യുക, ഖുർആൻ, സ്വലാത്ത്, ദിക്ർ എല്ലാം അധികരിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സ് ഒഴിവാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് എന്ന് ഒരു വിശ്വാസം നൽകാനും കഴിയും. ഇനി മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുക. അതുപോലെ മുറ്റത്തേക്കിറങ്ങി പ്രഭാത കാഴ്ചകൾ ആസ്വദിക്കുക. ഇതെല്ലാം ടെൻഷൻ കുറക്കാൻ നമ്മെ സഹായിക്കും. ഇനി നാലാമത്തെ ടിപ്പ്, നമുക്ക് കൂടുതൽ ടെൻഷൻ നൽകുന്ന നെഗറ്റീവ് അടിക്കുന്ന ഫ്രണ്ട്സ്, കുടുംബക്കാർ എന്നിവരിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. അഞ്ചാമത്തെ ടിപ്പ്, പകൽ സമയം അധികമായി വെള്ളം കുടിക്കുക. ഈ ശീലം നമ്മുടെ ബ്രെയിൻ, ശരീരം എല്ലാം തണുപ്പിക്കും, സ്ട്രെസ് കുറയും. ആറാമത്തെ ടിപ്പ്, രാത്രി സമയത്ത് നേരത്തെ ഫുഡ് കഴിക്കുക. അതുപോലെ ചായ, കോഫി ഒഴിവാക്കുക. നമ്മൾ കിടക്കുന്ന റൂം, ബെഡ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക. അതുപോലെ ലൈറ്റ്, സൗണ്ട് കുറവുള്ള റൂം ആയിരിക്കണം. പകൽ സമയത്തുള്ള അനാവശ്യ ഉറക്കം ഒഴിവാക്കുക. രാത്രി നന്നായി ഉറങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ 1-2 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, അതുപോലെ TV എല്ലാം യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ സമയത്തേക്ക് നമ്മൾ കണ്ടതും കേട്ടതുമായ വീഡിയോസ്, സോങ്സ്, മെസ്സേജ് എല്ലാം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ കിടക്കുക. അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാൻ പ്രയാസമാണ്. ഏഴാമത്തെ ടിപ്പ്, ഉറങ്ങാൻ നേരം ഫോൺ ഒന്നെങ്കിൽ ഹാളിൽ വെക്കുക, അല്ലെങ്കിൽ റൂമിലാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ കൈ എത്താത്ത അകലത്തിൽ ഫോൺ വെക്കുക. എട്ടാമത്തെ ടിപ്പ്, കിടക്കാൻ നേരം വുളൂ ചെയ്യുക. സൂറത്തുൽ നബഅ ഒരു വട്ടം ഓതുക. ഈ സൂറത്ത് ഓതിയ ശേഷം വജഅൽനാ നൗമക്കും സുബാത എന്ന ആയത്ത് അധികരിപ്പിക്കുക. ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ സൂറത്ത് എൻ്റെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് അനാവശ്യ ചിന്തകളെല്ലാം മാറി, ടെൻഷൻ മാറി നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ ഉറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് രാത്രി സമയത്ത് അനാവശ്യ ചിന്തകൾക്കും അനാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.